ഹോമിയോപ്പതി വകുപ്പിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് നിയമനങ്ങൾ നൽകാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. ഇടതുപക്ഷ അനുഭാവികൾക്ക് നിയമനം നൽകാൻ ഒരുങ്ങുന്നുവെന്ന് ആക്ഷേപം. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സ്ഥലം മാറ്റ വിജ്ഞാപനത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, നോക്കൂ, തെരഞ്ഞെടുപ്പ് സമയമാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് PSC റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരെ ഒഴിവാക്കി. അവർ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുട്ടിലിഴയുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയനപ്രദക്ഷിണം നടത്തുന്നു. അപ്പോൾ പ്രതിഷേധത്തിന്റെ അങ്ങേയറ്റമാണ് കണ്ടത്. ആ സമയത്താണ് പിൻവാതിലിലൂടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റി വളരെ വലിയ വിവാദത്തിലേക്ക് പോയത്. ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉറപ്പാണ് LDF എന്ന ക്യാപ്ഷൻ ഉഡായിപ്പാണ് LDF എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടത്. ഏതായാലും ഇതിപ്പോൾ ഹോമിയോപ്പതി വകുപ്പിലാണ് ഈ തിരികെക്കയറ്റൽ. എൻ്റെ ചോദ്യം ഇതാണ്, അതായത് ഇത് പിൻവാതിൽ നിയമനമാണോ അതോ ഇടതുപക്ഷ അനുഭാവികൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നേരത്തെ അവരെ കയറ്റാൻ ശ്രമിക്കുന്നുവെന്നാണോ? കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ജനം TV പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ആരോഗ്യ വകുപ്പിലെ തന്നെ ഹോമിയോപ്പതി വകുപ്പിൽ തന്നെ സ്ഥലം മാറ്റത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിജ്ഞാപനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി കൃഷ്ണരാജ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇടതുപക്ഷ അനുഭാവികളെ തിരികെ കയറ്റുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമുള്ള ഇത്തരത്തിലുള്ള ഒരു വിജ്ഞാപനം പുറത്തിറക്കിയതിന് ശേഷം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വേണ്ടപ്പെട്ടവരെ തങ്ങളുടെ വകുപ്പുകളിൽ അവസാനവട്ടവും തിരികെ കയറ്റിക്കൊണ്ട് സർക്കാരിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഭരണം വേണ്ടിയിട്ടും അവരുടെ കാര്യങ്ങൾ ഈ വകുപ്പുകളിൽ നടക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഒരു സ്ഥലം മാറ്റ നടപടികളൊക്കെ ആരംഭിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾക്ക് ഏറെ കാലതാമസമെടുക്കും. അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്രമമുണ്ട്. പക്ഷേ ഇത് മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനം ഇറക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. തുടർന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജ്ഞാപനത്തിൽ വൈകിട്ട് 4:30 ഒപ്പുവയ്ക്കുന്നു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ടതിന് ശേഷം തന്നെ ഈ 25 മുതൽ 17 വരെ, ഏപ്രിൽ 17 വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജ്ഞാപനങ്ങളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഹോമിയോ വിഭാഗത്തിലെ ജീവനക്കാർക്ക് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റത്തിൽ അപേക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൽ ചില നിബന്ധനകൾ കൂടി വയ്ക്കുന്നുണ്ട്. ഓൺലൈൻ ഫോറമായ സ്പാർക്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ജോലി ചെയ്യുന്നതിൻ്റെ കാലാവധി, നിങ്ങൾക്ക് 3 വർഷം വരെ ഇതുമായി ബന്ധപ്പെട്ട ഉള്ള എക്സ്പീരിയൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള രേഖകളൊക്കെ ഈ സ്പാർക്കിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്കായിട്ട് DDA എന്നുള്ള സെക്ഷനിലേക്ക് ഇത് കൈമാറണം. അതിനുശേഷം ജില്ലാ ഓഫീസിലേക്ക്, ഹെൽത്ത് ഓഫീസിലേക്ക് ഇത് കൈമാറണം എന്നുകൂടി പറയുകയാണ്. വളരെ വേഗത്തിൽ ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ 25 മുതൽ, അതായത് ഇന്നലെ മുതൽ ഏപ്രിൽ 17-നകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനെതിരെ ഗുരുതര വിമർശനമാണ് ഉയരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിലെ ഹോമിയോപ്പതി വിഭാഗം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളത് യാതൊരു വിധത്തിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇടത് അനുഭാവികളെ തിരികെ കയറ്റുക, ഇടതുകാരുടെ അതായത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ചില താല്പര്യങ്ങൾ ആ വകുപ്പിലും തുടർന്നും നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ള എന്നുള്ള ആരോപണങ്ങൾ കൂടി ശക്തമാകുന്ന സാഹചര്യമുണ്ട്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് മറ്റു ജീവനക്കാരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധിക്കുമെന്നാണ് മറ്റു ജീവനക്കാരടക്കം അറിയിക്കുന്നത്. കാരണം ഒരു വിഭാഗത്തെ മാത്രം, ഹോമിയോ വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറുകൾ, നിമിഷങ്ങൾ കണ്ടൊരു നടപടിയെടുക്കുന്നു. ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതിന് ഒരു 24 മണിക്കൂർ പോലും ഇല്ല. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങുവാനും ഏത് തരത്തിലാണ് അപേക്ഷിക്കേണ്ടത്, അഥവാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുവാനുള്ള നമ്പർ അടക്കം ഈ ഒരു അറിയിപ്പിലുണ്ട് എന്നുള്ളതാണ്. ആ വിജ്ഞാപനത്തിൻ്റെ ഒരു പകർപ്പ് കൂടി ജനം TV പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. നമുക്കറിയാം, ഈ PSC അതുപോലെ തന്നെ മറ്റു വകുപ്പുകളിലൊക്കെ ഒരു വിജ്ഞാപനം വന്ന് ആ വിജ്ഞാപനത്തിൻ്റെ തുടർ നടപടികൾക്കായിട്ട് മാസങ്ങളും വർഷങ്ങളും ഒക്കെ കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. നിയമനം ലഭിക്കുവാനും സ്ഥലം മാറ്റത്തിനുമൊക്കെ കൃത്യമായിട്ടുള്ളൊരു സമയപരിധിയുണ്ട്. ആ സമയപരിധിയും ആ ചിട്ടകളെയും ഒക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റച്ചട്ടം പോലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ അനുഭാവികളെ തിരികെ കയറ്റുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു വിജ്ഞാപനം ഹോമിയോപ്പതി വിഭാഗം പുറത്തിറക്കിയിരിക്കുന്നത്. കൃഷ്ണരാജ്, ചട്ടം ലംഘിച്ചുള്ള ഈ നീക്കത്തെ നമുക്ക് കൂടുതൽ കാര്യമായി എടുക്കേണ്ടി വരും മണിക്കൂറുകളിൽ, അല്ലേ? ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.